തേനിലും മധുരം വേദമല്ലാതിൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു. ചുരുക്കമായിട്ട് പഠിച്ചു കഴിഞ്ഞു. 11-ാം അധ്യായത്തിൽ നാം അവസാനിപ്പിച്ചത് നിമ്രോദിനെ കുറിച്ചാണ്. അവന് കൂടെ വിഗ്രഹാരാധന ഉണ്ടായതും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതും വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി അതിനെ നമസ്കരിക്കുന്നതും ആരാധിക്കുന്നതും അത് പല മതങ്ങളുണ്ടാകുന്നതും പിന്നെ അത് ക്രിസ്തീയ സഭയിൽ ക്രിസ്തീയ മതത്തിൽ എങ്ങനെ വിഗ്രഹാരാധന ഉണ്ടായി എന്നുള്ള വിഷയത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ ദിവസം നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 12-ാം അധ്യായം മുതൽ 20-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ വളരെ ചുരുക്കമായി പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയാണ് അബ്രഹാം 4 പിതാക്കന്മാരെ കുറിച്ച് ഈ അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസെഫ്, ഇങ്ങനെ 4 പിതാക്കന്മാരെ കുറിച്ചാണ് 12-ാം അധ്യായം മുതൽ അങ്ങോട്ട് നാം പഠിക്കുമ്പോൾ കാണുന്നത്. അതിൽ അബ്രഹാമിനെ കുറിച്ച് ഇന്ന് പഠിപ്പിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. 4 പിതാക്കന്മാരിൽ 1-ാമത്തെ പിതാവ് അബ്രഹാമിനെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. മെസൊപ്പൊത്താമ്യയിൽ കൽദയ പട്ടണത്തിൽ ഊർ എന്ന ദേശത്ത്, ആ ദേശം വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ് വിഗ്രഹങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു വാണിജ്യ കേന്ദ്രമായി തന്നെ മാറി. അവിടെ പാർത്തിരുന്ന ഒരു സമ്പന്ന കുടുംബമാണ് അബ്രഹാമിൻ്റെ കുടുംബം. എന്നാൽ അബ്രഹാം ഈ വിഗ്രഹങ്ങളെ അവൻ ആരാധിക്കുകയോ അതിൽ വിശ്വസിക്കുകയോ ചെയ്തിരുന്നില്ല. അതെല്ലാം വിഗ്രഹങ്ങളാണ്. അവയ്ക്ക് വായുണ്ട്, ചെവിയുണ്ട്, കണ്ണുണ്ട്, എങ്കിൽ തന്നെ അവ കാണുകയോ കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. വാസ്തവമായി ഇതെല്ലാം വേറും ബിംബങ്ങളാണ്, അവയ്ക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് കണ്ടെത്തിയ അബ്രഹാം ഒരു സത്യദൈവമുണ്ട്, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഇവയോ സകലത്തെയും സൃഷ്ടിച്ച ഒരു സത്യദൈവം ഉണ്ട് എന്നവൻ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തെ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. ആ ദൈവം ഈ അബ്രഹാമിനെ തിരഞ്ഞെടുത്തിട്ട് അവന് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, നീ നിൻ്റെ ദേശത്തെയും നിൻ്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും കുടുംബത്തെ എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്നവനോട് പറഞ്ഞു. എന്നിട്ട് ഒരു 6 അനുഗ്രഹങ്ങളെ അവന് കൊടുത്തു. ഈ 6 അനുഗ്രഹങ്ങൾ ഉൽപ്പത്തി 12-ാം അധ്യായം 2-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാമത്തെ അനുഗ്രഹം ഞാൻ ആ വചനം ഒന്ന് വായിക്കുകയാണ്. യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്നരുളി ചെയ്തു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നവനോട് അരുളി ചെയ്തു. അവനത് വിശ്വസിച്ചുകൊണ്ട് അവൻ ആ ദേശം വിട്ട് തൻ്റെ കുടുംബവുമായി ഇറങ്ങുകയാണ്. അന്ന് അവന് 75 വയസ്സ് പ്രായമായിരുന്നു. അവനങ്ങനെ നടന്ന് വിശ്വാസത്താൽ ഏത് ദേശമാണെന്നൊന്നും ദൈവം അവനോട് പറഞ്ഞില്ല. ഇറങ്ങി ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം എന്നാണ് പറഞ്ഞത്. ആ ദേശത്തെ ആരും അവൻ അന്നുവരെയും കണ്ടിട്ടില്ല. നാമും അതുപോലെയാണ്. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് വേർപെട്ട്, ഈ വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്ന് വേർപെട്ട് നമ്മളെയും കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നാം യാത്ര ചെയ്യുകയാണ്. ആ സിയോൻ നാം കണ്ടിട്ടില്ല, എന്നാൽ നാം യാത്ര ചെയ്യുകയാണ്. അതുപോലെ അബ്രഹാം തൻ്റെ കുടുംബമായി ഇങ്ങനെ യാത്ര ചെയ്തു. അവൻ വന്ന് എവിടെ പാർത്തു? കനാൻ ദേശത്തേക്ക് പോയി. അവിടെ പോയി പാർത്തു. അന്ന് അവന് 75 വയസ്സായിരുന്നു. ഈ കനാൻ ദേശത്തെത്തിയപ്പോൾ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. അവനോട് പറഞ്ഞു, ഈ ദേശം നിനക്കും നിൻ്റെ സന്തതിക്കും ഞാൻ അവകാശമായി നൽകും എന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ മക്കളില്ലാത്തവനാണല്ലോ, എനിക്ക് 75 വയസ്സ് കഴിഞ്ഞല്ലോ, അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? എനിക്കൊരു അടയാളം താ. അങ്ങനെ അവനൊരു അടയാളം ചോദിച്ചു. ദൈവത്തിന് അത് അനിഷ്ടമായി തോന്നി. കാരണം ദൈവം പറഞ്ഞത് അവൻ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അനിഷ്ടമായി തോന്നിയത് കാരണം ദൈവം അവനോട് പറഞ്ഞു, അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ
നമുക്കവിടെ കാണുവാൻ കഴിയും. ആ അടയാളം അവൻ ചോദിച്ചപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നിൻ്റെ സന്തതി അന്യദേശത്ത് 400 സംവത്സരം വരെ പരദേശികളായി പാർക്കും. 400 വർഷങ്ങൾക്ക് ശേഷം അവർ മഹാസമ്പത്തോടു കൂടി അതിൻ്റെ 4ാം തലമുറ ഇവിടേക്ക് മടങ്ങി വരും. അന്ന് അവർക്ക് ഞാൻ ഈ കനാൻ ദേശം അവകാശമായി കൊടുക്കും, അവർ അത് കൈവശമാക്കും എന്നവനോട് പറഞ്ഞു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അവൻ അവിടെ അങ്ങനെ താമസിച്ച് വരവേ അവിടെ മിസ്രയീമിൽ, അതായത് കനാനിൽ വളരെ വലിയ ക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമം ഉണ്ടായപ്പോൾ അവൻ മിസ്രയീമിലേക്ക് പോയി അവിടെ ചെന്ന് പാർത്തു. മിസ്രയീം ഭരണാധിപനായ ഫറവോൻ അവന് ധാരാളം ദാസന്മാരെയും ആടുമാടുകളെയും ഒക്കെ അവന് ദാനമായി നൽകി. അവിടെ പാർക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെയും കൊടുത്തു. അതിൽ കൂടെ ഹാഗർ എന്ന് പറയുന്ന ഒരു ദാസിയെ അബ്രഹാമിൻ്റെ ഭാര്യ സാറയ്ക്ക് വേണ്ടി അവൻ കൊടുത്തു. അപ്പോൾ ഈ സാറ അതുവരെയും പ്രസവിച്ചിരുന്നില്ലല്ലോ. അപ്പോൾ അബ്രഹാമിന് ഇത്രയും വയസ്സും പ്രായമായി. അപ്പോൾ ഈ സാറ അബ്രഹാമിനോട് പറഞ്ഞു, നീ എൻ്റെ ദാസിയായ ഹാഗറിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ വാക്ക് കേട്ട് അവൻ പോയി. അവൾ ഗർഭിണിയായെന്ന് കണ്ടപ്പോൾ ദൈവം അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവളോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിൻ്റെ സങ്കടം ഞാൻ കേൾക്കുന്നു. നീ ഒരു മകനെ പ്രസവിക്കും. അവൻ ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെപ്പോലെയുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും. ഇങ്ങനെ ദൈവം അവളോട് അരുളി ചെയ്തു. അങ്ങനെ അവൾ പ്രസവിച്ചു. അവന് ഇസ്മായേൽ എന്ന് പേരിട്ടു. അവർ മടങ്ങി വന്ന് കനാനിലേക്ക് ക്ഷാമം തീർന്നപ്പോൾ കനാനിലേക്ക് മടങ്ങി വന്ന് മെമ്രയുടെ തോപ്പിൽ അവൻ വില കൊടുത്ത് വാങ്ങിയ ആ സ്ഥലത്തിൽ അവൻ കൂടാരം ഒടിച്ച് അവിടെ പാർത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം അവന് പ്രത്യക്ഷനായി. അവനോട് പറഞ്ഞു, നിൻ്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും. അവന് ഇസ്ഹാക്ക് എന്ന് പേരിടണം. എൻ്റെ നിയമം ഞാൻ അവനിൽ വെക്കും. അവൻ ഈ ദേശത്തെ അവർക്ക് ഞാൻ അവകാശമായി കൊടുക്കും എന്ന് ദൈവം അവനോട് അരുളി ചെയ്തു. അങ്ങനെ അവൻ ഒരു മകനെ പ്രസവിച്ചു. അവൻ ഇസ്ഹാക്ക് എന്ന് പേരിട്ടു. ആ ഇസ്ഹാക്ക് വാർദ്ധക്യത്തിൽ സാറ പ്രസവിച്ചത് കണ്ടിട്ട് ഈ ഹാഗാറും ഇസ്മായേലും കൂടെ അവനെ പരിഹസിക്കുവാൻ തുടങ്ങി. അവളെ പരിഹസിച്ച് വാർദ്ധക്യത്തിൽ കൊച്ചിനെ പ്രസവിച്ചെന്ന് പറഞ്ഞ് പരിഹസിക്കുവാൻ തുടങ്ങി. അപ്പോൾ സാറ അബ്രഹാമിനോട് പറഞ്ഞു, ഈ ദാസിയെ ഇറക്കിവിട്. അവൻ പരിഹാസിയാണ്, ഇറക്കിവിട്. അപ്പോൾ ദൈവത്തോട് അവൻ ആലോചന കഴിച്ചു. സാറ ഇങ്ങനെ പറയുകയാണ്, നീ സാറായുടെ വാക്ക് കേൾക്കുക. സാറായുടെ വാക്ക് കേട്ടാണല്ലോ ഹാഗറിൻ്റെ അടുത്തേക്ക് നീ പോയത്. ഇപ്പോൾ അവൾ എന്താണോ പറയുന്നത് അത് നീ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഹാഗറിനെയും കുഞ്ഞിനെയും, ഇസ്മായിലിന് അന്ന് 14 വയസ്സ് പ്രായമുണ്ട്, ഈ പൈതലിനെ ആയിട്ട് ഇറക്കി വിട്ടു. അവർ പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. അവിടെ മരുഭൂമിയിൽ അവർ പാർത്തു. അവിടെ അവൻ ബാലൻ വളർന്നു ഒരു വില്ലാളിയായി തീർന്നു. അവൻ അവിടെ പാശാൻ മരുഭൂമിയിൽ അവൻ പാർത്തു. അവന് 12 മക്കളും 12 ഗോത്രങ്ങളും ഉണ്ടായി. അവനിൽ നിന്ന് ഒരു വലിയ ജാതി തന്നെ ഉണ്ടാകുവാനിടയായി.